നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് വിശദമായി. വരാനിരിക്കുന്ന വിശുദ്ധ റമദാൻ മാസത്തിൽ മക്ക, മദീന, ഹറം പള്ളികളിൽ എത്തുന്ന തീർത്ഥാടകർക്കായി വിപുലമായ ഡിജിറ്റൽ സേവനങ്ങൾ ഒരുങ്ങുന്നു. സൗജന്യ വൈഫൈ, ഇന്ററാക്റ്റീവ് മാപ്പുകൾ, ഓൺലൈൻ സേവനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഹറമൈൻ അതോറിറ്റി പ്രഖ്യാപിച്ചു. തീർത്ഥാടകരുടെ യാത്രയും കർമ്മങ്ങളും കൂടുതൽ സുഗമമാക്കുകയാണ് ലക്ഷ്യം. വിശുദ്ധ റമദാൻ മാസത്തെ വരവേൽക്കാൻ മക്ക, മദീന, ഹറം പള്ളികളിൽ വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ഇത്തവണ തീർത്ഥാടകർക്ക് കൂടുതൽ ആധുനികമായ സൗകര്യങ്ങൾ ലഭ്യമാക്കുമെന്ന് ഹറമൈൻ അതോറിറ്റി വൈസ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അൽ സക്കർ വ്യക്തമാക്കി. തീർത്ഥാടകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനും അവർക്ക് കൃത്യമായ വഴി കാണിക്കാനുമായി ഹറം പള്ളികളിൽ ഇന്ററാക്റ്റീവ് മാപ്പുകളും സ്ക്രീനുകളും സ്ഥാപിക്കും. ഹറം പള്ളികളിലെ വിവിധ സേവനങ്ങൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കും. തീർത്ഥാടകർക്ക് എന്തെങ്കിലും പരാതികളോ പ്രയാസങ്ങളോ ഉണ്ടായാൽ അത് ഉടനടി അധികൃതരെ അറിയിക്കാൻ ഡയറക്ട് റിപ്പോർട്ടിംഗ് സംവിധാനവും നിലവിൽ വരും. നുസുക്ക് ആപ്പുമായി ബന്ധിപ്പിച്ച ഇർഷാദ് സേവനങ്ങൾ വഴി എളുപ്പത്തിൽ ലൊക്കേഷനുകൾ കണ്ടെത്താൻ സാധിക്കും. തീർത്ഥാടകർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്ത ഹറം പള്ളികളിലും എത്തിക്കാഫ് കേന്ദ്രങ്ങളിലും ലഭ്യമാകുന്ന സൗജന്യ വൈഫൈ സേവനമാണ്. റമദാനിലെ ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ തന്നെ ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തീർത്ഥാടകരുടെ സേവനം കുറ്റമറ്റതാക്കാനുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഓസ്ട്രേലിയയിലെ ന്യൂ സൌത്ത് വെയിൽസ് തീരങ്ങളിലെ ആശങ്ക തുടരുകയാണ്. കനത്ത മഴയ്ക്കും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇതിന് പിന്നാലെ ബീച്ചുകൾ അടച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും സംഗീത ഗോപിനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ന്യൂ സൗത്ത് വെയിൽസ് തീരങ്ങളിൽ കൂറ്റൻ തിരമാലകൾ ആഞ്ഞുവീശിയതിനെ തുടർന്ന് 68ഓളം ബീച്ചുകൾ അടച്ചുപൂട്ടി. നിരവധി ആളുകൾ മുങ്ങിമരിക്കുകയും കാണാതാവുകയും ചെയ്ത സംഭവങ്ങൾ അധികൃതരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ക്രിസ്മസ് മുതൽ ഇതുവരെ 85-ലധികം രക്ഷാപ്രവർത്തനങ്ങളും 40,000-ഓളം പ്രതിരോധ നടപടികളും സർഫ് ലൈഫ് സേവിംഗ്സ് ന്യൂ സൗത്ത് വെയിൽസ് നടത്തിക്കഴിഞ്ഞു. കൂഗി, മഴുബ്രേ, ക്ലോവെല്ലി, ലിറ്റിൽ ബേ, ബ്രോണ്ടി, ചമരാമ തുടങ്ങിയ പ്രധാന ബീച്ചുകളെല്ലാം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ശക്തമായ തിരമാലകളും അപകടകരമായ നീരൊഴുക്കുകളും ഇവിടങ്ങളിൽ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. 2026 ജനുവരി ആദ്യവാരം മാത്രം 3 മരണങ്ങളും 2 പേരെ കാണാതായതായതും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂഗി ബീച്ചിന് സമീപം ഒരു യുവാവിനെ കാണാതാവുകയും ഡൻബോർഗൻ ബീച്ചിൽ ഒരു സ്ത്രീ മുങ്ങി മരിക്കുകയും ചെയ്തു. കടലുമായി ബന്ധപ്പെട്ട ഒരുതരം പ്രവർത്തനങ്ങളിലും ഏർപ്പെടരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നീന്തൽ, പാർക്കെട്ടുകളിലെ മീൻപിടുത്തം, ബോട്ടിംഗ് എന്നിവയെല്ലാം പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ഈ സാഹചര്യത്തിൽ തീരപ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും സർഫ് ലൈഫ് സേവിംഗ്സ് ന്യൂ സൗത്ത് വെയിൽസ് മേധാവി സ്റ്റീവ് പിയേഴ്സ് അഭ്യർത്ഥിച്ചു. അപകടകരമായ സാഹചര്യം മാറുന്നതുവരെ ബീച്ചുകളിൽ നിന്നും അകന്നു നിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി സംഗീത ഗോപിനാഥ്. വേൾഡ് മലയാളി ഫെഡറേഷൻ 5ാമത് ഗ്ലോബൽ കൺവെൻഷൻ ദുബായിൽ ആരംഭിച്ചു. ദുബായ് ദേറയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലാണ് 3 ദിവസത്തെ ആഗോള സംഗമത്തിന് വേദിയാകുന്നത്. സ്നേഹത്തിലൂടെയും സഹനത്തിലൂടെയും മാറ്റത്തിന് തിരികൊളുത്താം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ലോകത്തെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളെ ഒരു കുടക്കീഴിലെത്തിച്ചിരിക്കുകയാണ് വേൾഡ് മലയാളി ഫെഡറേഷൻ. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം സൗഹൃദത്തിനും സ്നേഹത്തിനുമുള്ള കൂട്ടായ്മ. 10ാം വാർഷികത്തിലെത്തി നിൽക്കുന്ന WMF-ന്റെ 5ാം ദ്വിവത്സര സമ്മേളനത്തിൽ ഓരോ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സെഷനുകളുണ്ടായിരുന്നു. വിദ്യാർത്ഥികളുടെ വിദേശ പഠനത്തിൽ ബോധവൽക്കരണ സെഷൻ, വനിതാ സമ്മറ്റ് തുടങ്ങിയ സെഷനുകളിൽ വൻ ജനപങ്കാളിത്തമുണ്ടായി. സംഘടനയുടെ സ്ഥാപക ചെയർമാൻ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വിഭാഗീയ ചിന്തകൾക്ക് തടയിട്ട് സ്നേഹത്തോടെ സേവനത്തിനായി ഒരുമിക്കലാണ് WMF-ന്റെ ലക്ഷ്യമെന്ന് ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ പറഞ്ഞു. ആഗോളതലത്തിൽ 167 രാജ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ഗ്ലോബൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അപ്പോൾ അതെല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയാണ്, സഹകരണത്തിൻ്റെ ഭാഷയാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ രാജ്യത്തും ഒക്കെ വിഭാഗീയ ചിന്താഗതികൾ വളർന്നു വരുന്ന കാലത്ത് അതിനെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു ശ്രമമാണ് വേൾഡ് മലയാളി ഫെഡറേഷൻ നടത്തുന്നത്. നാളെ ബിസിനസ് സമ്മിറ്റും പ്രവാസി സമ്മിറ്റും നടക്കും. സമാപന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്, ഡോക്ടർ മുരളി തുമ്മാരക്കുടി, സന്തോഷ് ജോർജ് കുളങ്ങര, സെയ്ദ് മുനവറിൽ തങ്ങൾ തുടങ്ങിയ പ്രമുഖരും പരിപാടികളിൽ പങ്കെടുക്കും. 24 ദുബായ്. ഓസ്ട്രേലിയൻ സ്റ്റുഡന്റ് വിസ അപേക്ഷകർക്ക് പുതിയ മാനദണ്ഡം. ഈ മാസം 8-ാം തീയതി മുതലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള തെക്കനേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡന്റ്സ് വിസ അപേക്ഷകർക്ക് പുതിയ മാനദണ്ഡങ്ങൾ നിലവിൽ വന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും ലിജ ചാക്കോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സബ് ക്ലാസ് 500 സ്റ്റുഡന്റ് വിസയിലുള്ള മാറ്റങ്ങൾ ഓസ്ട്രേലിയൻ ആഭ്യന്തര വകുപ്പാണ് പുറത്തിറക്കിയിരിക്കുന്നത്. പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് കൂടുതൽ കർശനമായ
രേഖകൾ സമർപ്പിക്കേണ്ടി വരും. സാമ്പത്തിക സ്ഥിതി തെളിയിക്കുന്ന രേഖകൾ, പഠനത്തിൽ ചേരാനുള്ള യോഗ്യത എന്നിവയൊക്കെ കൂടുതൽ വ്യക്തമാക്കേണ്ടി വരും. ഇത് യഥാർത്ഥ വിദ്യാർത്ഥികളെ തടസ്സപ്പെടുത്താനല്ല, മറിച്ച് വിസ അപേക്ഷകളിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാനാണ് എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. 2026 ജാനുവരി 8 മുൻപ് അപേക്ഷിച്ചവർക്ക് ഈ മാറ്റങ്ങൾ ബാധകമല്ല എന്നത് ശ്രദ്ധേയമാണ്. അവർ വിസ പിൻവലിക്കുകയോ പുതിയ അപേക്ഷ നൽകുകയോ ചെയ്യേണ്ടതില്ല. എന്നാൽ പുതുതായി അപേക്ഷിക്കുന്നവർ ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സിന്റെ വെബ്സൈറ്റിലെ ഡോക്യുമെന്റ് ചെക്ക്ലിസ്റ്റ് ടൂൾ പരിശോധിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ജെനുവിൻ സ്റ്റുഡന്റ് മാനദണ്ഡങ്ങൾ കുറവുള്ളവരും പഠനത്തിൽ സ്ഥിരതയില്ലാത്തവരും മതിയായ സാമ്പത്തിക ഭദ്രത ഇല്ലാത്തവരും കൂടുതൽ ശ്രദ്ധിച്ച് അപേക്ഷകൾ തയ്യാറാക്കണം. കാലതാമസം ഒഴിവാക്കാൻ ആവശ്യമായ എല്ലാ രേഖകളും നേരത്തെ തന്നെ ഒരുക്കി കൃത്യതയോടെ സമർപ്പിക്കാൻ വിദഗ്ധർ ഉപദേശിക്കുന്നു. ഈ മാറ്റങ്ങൾ വിദ്യാർത്ഥികളെ ആശങ്കയിൽ ആഴ്ത്തേണ്ടതില്ല. ശരിയായ രീതിയിൽ അപേക്ഷകൾ തയ്യാറാക്കി സമർപ്പിക്കുന്ന യഥാർത്ഥ വിദ്യാർത്ഥികൾക്ക് ഓസ്ട്രേലിയയിൽ പഠിക്കാനുള്ള അവസരം ഇപ്പോഴും തുറന്നു കിടക്കുന്നുണ്ട്. പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് തയ്യാറെടുപ്പുകൾ നടത്തുകയും ഏറ്റവും പുതിയ വിവരങ്ങൾ അറിഞ്ഞിരിക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെ പ്രധാനം. ഓസ്ട്രേലിയയിൽ നിന്നും 24 വേണ്ടി ലീജ ചാക്കോ. ഇപ്പോഴൊരു വാർത്ത വരുന്നത് വർക്ക്ഷോപ്പ് ജീവനക്കാരൻ കിണറ്റിൽ വീണ് മരിച്ചു എന്നുള്ളതാണ്. മലപ്പുറം പെരിയമ്പലത്ത് വർക്ക്ഷോപ്പിലെ പെയിന്റിംഗ് തൊഴിലാളിയാണ് കിണറ്റിൽ വീണ് മരിച്ചത്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് സമീപം താമസിക്കുന്ന ജയകൃഷ്ണനാണ്. ഏറെ നേരം കാണാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വർക്ക്ഷോപ്പിന് പിന്നിലെ കിണറ്റിൽ അദ്ദേഹം വീണിടക്കുന്നത് കണ്ടത്. ഫയർഫോഴ്സ് എത്തിയാണ് അദ്ദേഹത്തെ പുറത്തെടുത്തത് എന്നിപ്പോൾ ഗോകുൽ കെ വേണുഗോപാൽ അറിയിക്കുന്നുണ്ട്. ഐക്യദാർഢ്യ ദിനം ആചരിച്ച് UAE. ഹൂതി വിമതർ അബുദാബിയിൽ നടത്തിയ ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിലാണ് ഐക്യദാർഢ്യ ദിനം ആചരിക്കുന്നത്. സ്ഥിരതയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി UAE നിലകൊള്ളുമെന്ന് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പറഞ്ഞു. 4 വർഷം മുമ്പാണ് ഹൂതി വിമതർ അബുദാബിയിൽ ആക്രമണം നടത്തിയത്. മുസാഫയിലെ ICAD-3, അബുദാബി വിമാനത്താവളം എന്നിവിടങ്ങളിൽ നടന്ന ആക്രമണത്തെ രാജ്യം അതിജീവിച്ചതിന്റെ ഓർമ്മ പുതുക്കാനാണ് ഐക്യദാർഢ്യ ദിനം ആചരിക്കുന്നത്. UAE-യുടെ കരുത്തിന്റെയും ഐക്യത്തിന്റെയും ശക്തമായ തെളിവായി ഈ ദിനത്തെ അടയാളപ്പെടുത്തുന്നു. രാവിലെ 11 മണിക്ക് രാജ്യത്തെ എല്ലാ ദേശീയ മാധ്യമങ്ങളിലൂടെയും UAE ദേശീയഗാനം പ്രക്ഷേപണം ചെയ്യും. UAE പ്രതിരോധ മന്ത്രി കൂടിയായ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ആഹ്വാനപ്രകാരമായിരുന്നു ഇത്. സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും വേണ്ടി പോരാടണമെന്ന് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ നഹ്യാൻ എക്സിൽ കുറിച്ചു. ജന്മനാട് സംരക്ഷിക്കാൻ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണെന്നും ഒരുമയോടെ രാജ്യത്തിനായി നിലകൊള്ളണമെന്നും UAE വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു. UAE-യിൽ ഉടനീളം വിപുലമായ എയർ ഷോയും നടന്നു. 24 ദുബായ്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും NSS-നോട് അടുക്കാൻ SNDP. നായാടി മുതൽ നസ്രാണി വരെ ഒരുമിക്കേണ്ട സാഹചര്യമാണ് ഇതെന്ന് വെള്ളാപ്പള്ളി നടേശൻ. NSS-ഉമായി കലഹമില്ലെന്നും സമരസപ്പെടുമെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. ഒന്നിക്കണമെങ്കിൽ ഒന്നിക്കാൻ തയ്യാറെന്നായിരുന്നു NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ പ്രതികരണം. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷ വിമർശനം വെള്ളാപ്പള്ളി നടേശൻ തുടർന്നു. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. കാന്തപുരം വിഭാഗത്തിന്റെ സമ്മേളനത്തിൽ VD സതീശൻ നടത്തിയ ഈ പ്രസംഗമാണ് വെള്ളാപ്പള്ളി നടേശനെ വിശാല സാമുദായിക ഐക്യത്തിന് പ്രേരിപ്പിക്കുന്നത്. ഈ സതീശൻ കാണുന്നെങ്കിൽ അയാളൊക്കെ ഊളംപാറയൊക്കെ അയക്കണ്ടേ? രാജാവിനേക്കാൾ വലിയ രാജഭക്തിയല്ലേ അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മോഹങ്ങളും നാളെ പല സ്ഥാനങ്ങളിലും അവർ വഴി ഓപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് നയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കയ്യടി കിട്ടിയ സതീശന്റെ പ്രസംഗത്തിന് കണക്ക് തീർക്കുക എന്ന ലക്ഷ്യത്തിലാണ് വെള്ളാപ്പള്ളി. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗിനായിരിക്കും പ്രാമുഖ്യമെന്ന വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തിൽ പ്രതിധ്വനിക്കുന്നത് സംഘപരിവാറിന്റെ ഭാഷയാണ്. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ ഐക്യം നായാടി മുതൽ നസ്രാണി വരെ എന്ന് വികസിപ്പിക്കുന്ന വെള്ളാപ്പള്ളി വർഗീയ ചുവ വിടുന്നില്ല. നായാടി തൊട്ട് നസ്രാണി വരെ ആയി. നസ്രാണികൾ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വിഷമത്തിലാണ്. പെരുന്നേരി എനിക്ക് അത്ര ആയിത്തൊന്നും എനിക്കില്ല, ചെല്ലണം കാണണം എന്ന് പറഞ്ഞപ്പോൾ അവർ NSS-ഉമായിട്ട് എന്തിനാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്? അവരുമായിട്ട് പിണങ്ങിട്ട് എന്ത് കാര്യം? പിണങ്ങിട്ട് എന്ത് കിട്ടി? കാറിൽ കയറ്റിയ വിഷയത്തെ ആളിക്കത്തിക്കാനും വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കുന്നുണ്ട്. അതിനാണ് NSS-ന്റെ പിന്തുണ ലഭിച്ചത്. അല്ല, ഞങ്ങൾക്ക് വെള്ളാപ്പള്ളിയുമായിട്ട് SNDP-യുമായിട്ട് ഇപ്പൊ അഭിപ്രായ ഭിന്നതയൊന്നുമില്ല. അദ്ദേഹം നമ്മളോടൊന്നും സംസാരിച്ചിട്ടില്ല. അത് വേണ്ടതാണെങ്കിൽ ആ കാര്യത്തിൽ ഞങ്ങൾ ആലോചിക്കും, ഒരു സംശയവുമില്ല. അതിനകത്ത് യാതൊരു
പരിധിയില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാകാതിരിക്കുവാനുള്ള തന്ത്രപരമായ നീക്കം കൂടിയാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഇന്നത്തെ പരാമർശങ്ങൾ. 24 തിരുവനന്തപുരം. ശബരിമലയിലെ വാജിവാഹനം മുൻ ദേവസ്വം ഭരണസമിതി തന്ത്രിക്ക് കൈമാറിയത് പാരമ്പര്യ വിധി പ്രകാരമെന്ന് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. വാജിവാഹനം കൈമാറിയത് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലെന്നും ഹൈക്കോടതി അംഗീകരിച്ച റിപ്പോർട്ടിൽ പരാമർശം. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് SITക്ക് ലഭിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 13ാം പ്രതിയായ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ നിന്നാണ് വാജിവാഹനം SIT കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് UDF ഭരണസമിതിയാണെന്നും SIT കണ്ടെത്തി. ഇതിനിടയിലാണ് പുതിയ ട്വിസ്റ്റ്. വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് ഹൈക്കോടതി നിയമിച്ച അഭിഭാഷക കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണെന്ന രേഖയാണ് പുറത്തുവന്നത്. റിപ്പോർട്ട് ദേവസ്വം ബെഞ്ച് അംഗീകരിച്ചിട്ടുമുണ്ട്. ഇതോടെ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രതിസന്ധിയിലായി. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് തന്ത്രിക്ക് ബോർഡ് കൈമാറിയ വാജിവാഹനം തൊണ്ടി മുതലായി എങ്ങനെ നിലനിൽക്കുമെന്നുള്ളതാണ് പ്രധാന ചോദ്യം. SIT അന്വേഷണത്തിൽ രാഷ്ട്രീയം കലർത്തുന്നതിനുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം കൂടുതൽ ശക്തമാകും. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ VSSCയുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊല്ലം വിജിലൻസ് കോടതി കൈമാറി. ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടുത്തി അന്വേഷണ റിപ്പോർട്ട് തിങ്കളാഴ്ച SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കും. UB ഗ്രൂപ്പ് 1998 പൊതിഞ്ഞ സ്വർണം തന്നെയാണോ SIT കണ്ടെടുത്തതെന്ന വിവരം റിപ്പോർട്ടിലുണ്ടാകും. 24 കൊച്ചി. മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തലിന് കോടതിയിൽ കനത്ത തിരിച്ചടി. ജാമ്യാപേക്ഷ തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി. രാഹുലിനെതിരായ പരാതി ഗൌരവതരം എന്ന് ചൂണ്ടിക്കാണിച്ച കോടതി പ്രതിഭാഗം വാദങ്ങൾ പൂർണ്ണമായി തള്ളുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യ ഹർജിയെ എതിർത്ത് പ്രോസിക്യൂഷൻ നിരത്തിയ വാദങ്ങൾ അംഗീകരിച്ചാണ് തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ്. മുമ്പും സമാന കേസുകളിൽ രാഹുൽ പ്രതിയാണെന്നും ജാമ്യം ലഭിച്ചാൽ ഇരയുടെ ജീവൻ അപകടത്തിലാകുമെന്നും വിധിയിൽ പരാമർശമുണ്ട്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായിരിക്കെ ജാമ്യം നൽകിയാൽ തുടരന്വേഷണത്തെയും പ്രതികൂലമായി ബാധിക്കും. സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ സാധ്യതയുണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു. അന്വേഷണത്തോട് രാഹുൽ ഇതുവരെ സഹകരിച്ചിട്ടില്ല. പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങൾ ഉത്തരവിൽ പരാമർശിച്ചാണ് ജാമ്യം നിഷേധിച്ചത്. നടപടിക്രമങ്ങൾ പാലിച്ചാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തതെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. അതിജീവിതയുടെ വ്യക്തിവിവരങ്ങൾ രാഹുലിന്റെ സുഹൃത്തുക്കൾ പരസ്യമാക്കി. മാധ്യമ വിചാരണയ്ക്ക് വിധേയമാക്കി കേസ് പിൻവലിപ്പിക്കുവാനുള്ള ഉദ്ദേശമാണ് ഇതിന് പിന്നിലെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. പുറത്തിറങ്ങിയാൽ അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. തിങ്കളാഴ്ച രാഹുലിന്റെ അഭിഭാഷകൻ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ ജാമ്യത്തിനായി സമീപിക്കും. 14 ദിവസം റിമാൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലാണ്. 24 പത്തനംതിട്ട. മുന്നണി മാറ്റമില്ലെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയെ പ്രശംസിച്ച് LDF നേതാക്കൾ. കോട്ടയം ജില്ലാ LDF യോഗത്തിലായിരുന്നു പ്രശംസ. അതിനിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശനത്തെ പറ്റിയല്ല താൻ വിസ്മയം എന്ന് പറഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിശദീകരിച്ചു. മുന്നണി മാറ്റ വിവാദങ്ങളിൽ ആദ്യം വലിയ ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും ഇന്നലെ ജോസ് കെ മാണി നടത്തിയ വാർത്താ സമ്മേളനം LDFന് വലിയ ആശ്വാസമായി. ജോസ് കെ മാണിയുടെ നിലപാട് മുന്നണിക്ക് കൂടുതൽ ആവേശമായി. ഇതോടെയാണ് ഇന്ന് ചേർന്ന കോട്ടയത്തെ ജില്ലാ LDF യോഗത്തിൽ നേതാക്കൾ ജോസ് കെ മാണിയെ പ്രശംസിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും സ്ഥാനാർത്ഥി മോഹത്തിൽ നിന്നും AICCയുടെ ജനറൽ സെക്രട്ടറിക്ക് പിൻവാങ്ങേണ്ടി വന്നത് ഇന്നലെ കോട്ടയത്തുണ്ടായ മുഖമടിച്ചു കൊടുത്ത അടിയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ വർദ്ധിത ശക്തിയോടുകൂടി ജാഥ മുന്നോട്ട് വരും. വളരെ നിർണായകമായ മുന്നേറ്റമായിരിക്കും ഈ ജാഥയോട് ഒപ്പം മധ്യകേരളം നടത്താൻ പോകുന്നത്. LDFന്റെ മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റനായി മുഴുവൻ സമയവും ജോസ് കെ മാണി ഉണ്ടാകും. ജാഥയുടെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചകളാണ് LDFൽ ഇന്നുണ്ടായത്. കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള ക്ഷേമകാര്യങ്ങളും എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ എത്തിക്കുവാനുള്ള ഏറ്റവും വലിയ കർമ്മ പരിപാടിയാണ് ഈ ജാഥ. കേരള കോൺഗ്രസ് എം നിലപാട് വ്യക്തമാക്കിയതോടെ ചർച്ചകളില്ലെന്ന നിലപാടിലാണ് UDF നേതാക്കൾ. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുമെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ഒരാളും പറഞ്ഞിട്ടില്ല. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. വിസ്മയം പറഞ്ഞാൽ പിന്നെ വിസ്മയം ഉണ്ടാവുമോ? കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട് UDFനെ ബാധിക്കുന്നില്ലെന്നായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. 24 കോട്ടയം. 24 എക്സ്ക്ലൂസീവ്. ജമാഅത്തെ ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ലെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ 24 ന്യൂനപക്ഷങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇസ്ലാമിക റിപ്പബ്ലിക് വക്താക്കളാണ് ജമാഅത്തെ ഇസ്ലാമി എന്നായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതികരണം. ജമായത്ത് ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ല എന്ന നിലപാട് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി മുനവറലി തങ്ങൾ
24-നോട് വെളിപ്പെടുത്തി. നമ്മൾ അവരൊരു ശത്രുപക്ഷത്തിൽ നിൽക്കുന്നില്ല. അവർ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ ഇവിടെ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ, വെല്ലുവിളി നേരിടുമ്പോൾ അതിൽ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ്. അതിൽ ആ ഒരു ഒരുമയിൽ നിന്ന് പോകുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചു പോകുക എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന്റെ ആവേശത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതൃത്വം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിജയലക്ഷ്യം വെക്കുമ്പോഴാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ മുനവർ അലി തങ്ങൾ 24-നോട് നിലപാട് തുറന്നു പറഞ്ഞത്. ഇതാദ്യമായാണ് ഒരു മുസ്ലിം ലീഗ് നേതാവ് ജമായത്ത് ഇസ്ലാമിക്ക് ക്ലീൻ ചീറ്റ് നൽകുന്നത്. സമസ്ത APEK വിഭാഗങ്ങൾ ജമായത്ത് ഇസ്ലാമിയെ എതിർക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ ജമായത്ത് ഇസ്ലാമിക്ക് പരസ്യ ക്ലീൻ ചീറ്റ് നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മുസ്ലിം സമൂഹം വലിയ വെല്ലുവിളി നേരിടുമ്പോൾ ജമായത്ത് ഇസ്ലാമിയെയും കൂടെ കൂട്ടി ഒരുമിച്ച് പോകണമെന്ന നിലപാടാണ് മുനവർ അലി തങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. കേരളയാത്ര വിജയകരമായി തിരുവനന്തപുരത്ത് പൂർത്തിയാക്കിയ ശേഷം കോഴിക്കോട് തിരിച്ചെത്തിയ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ജമായത്ത് ഇസ്ലാമിക്കെതിരെ തുറന്നടിച്ചു. ജമായത്ത് ഇസ്ലാമി ഇസ്ലാമിക റിപ്പബ്ലിക്കിന് വേണ്ടി വാദിക്കുന്നവരാണെന്ന് കാന്തപുരം 24-നോട് പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമി ഇവിടെ എപ്പോഴും സ്വരാഷ്ട്രവാദക്കാരാണ്. അതുകൊണ്ട് അവർ ആ വാദത്തിൽ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കണം എന്ന വാദത്തിൽ നിന്നും പിന്മാറിയതായി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പിന്നെ തങ്ങളെന്താ പറഞ്ഞത്, അവർ കൂടിയിട്ടുണ്ടോ ഇല്ലേ, രാഷ്ട്രീയ പാർട്ടിക്കാർ എന്ത് ചെയ്യുന്നു, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് നോക്കേണ്ടതുമില്ല. ജമായത്ത് ഇസ്ലാമിക്ക് UDF-ഉമായി ബാന്ധവമില്ലെന്ന് കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് 24-ന് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ മുനവർ അലി തങ്ങളുടെ വെളിപ്പെടുത്തലോടെ UDF ജമായത്ത് ബാന്ധവത്തിന്റെ ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ്. കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.